2.5 വയസ്സുകാരി ഐഷ ഫാത്തിമയെ ഒരിക്കലും കേരളം മറന്നു പോവുകയില്ല. കാരണം കൺപോള വീർത്തു വരുന്നു, അതുപോലെ തന്നെ വല്ലാത്ത ശ്വാസമുട്ടൽ. ഈ രണ്ട് അസുഖങ്ങളുമായാണ് മമൽ അല്ലെങ്കിൽ ഐഷ ഫാത്തിമ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. ആശുപത്രിയിൽ ചികിത്സ തേടി അത് കുറയാതെ ആര്യനാട് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടി കുറയാതെ വന്നപ്പോൾ രക്ഷിതാക്കൾ കാട്ടാക്കടയിൽ ശിശുരോഗ വിദഗ്ധനുള്ള മമൽ എന്ന് പറയുന്ന ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നു. ആശുപത്രി അധികൃതർ പറയുന്നു ഇത് വസ്ത്രങ്ങളുടെ അലർജിയാണ്. സ്വാഭാവികമായും കുഞ്ഞു വാവയല്ലേ, അപ്പോൾ അങ്ങനെ അലർജിയാണെന്ന് പറയുന്നു. തുടർന്ന് ഒരു സ്വകാര്യ കണ്ണാശുപത്രിയിൽ കാണിക്കുമ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയാകുമ്പോൾ കുഞ്ഞിന് അസുഖം കൂടുകയാണ്. തളർച്ചയും ശ്വാസം മുട്ടലും കൂടുന്നു. അങ്ങനെ കുഞ്ഞിനെ വീണ്ടും മമൽ എന്ന് പറയുന്ന ഈ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ അപ്പോൾ ശിശുരോഗ വിദഗ്ധരില്ല. ഉണ്ടായിരുന്ന ഡോക്ടർമാർ കുഞ്ഞിന് ഓക്സിജൻ മാസ്ക് ഘടിപ്പിച്ച ശേഷം കയ്യിൽ 2 ഇഞ്ചക്ഷൻ എടുക്കൂ. അപ്പോൾ തന്നെ കുഞ്ഞിന്റെ കണ്ടീഷൻ വേഴ്സായി. ഇത് സംഭവിച്ച സംഭവമാണ്. പിന്നെ കുഞ്ഞിനെ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ തന്നെ ആംബുലൻസിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ച് കുഞ്ഞ് മരിച്ചു പോകുന്നു. ഇതിന് പ്രതിഷേധങ്ങളും DYFയുടെ പ്രതിഷേധവും ഒക്കെ ആശുപത്രിയിൽ നടന്നു. കോൺഗ്രസ്സുകാരന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ സ്വകാര്യ ആശുപത്രി. എന്നാൽ ഇതിന്റെ 2ാം ഘട്ടം എന്ന് പറയുന്നത് കുഞ്ഞിനെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയല്ലോ. പോസ്റ്റ്മോർട്ടം ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ കുഞ്ഞിനെ വേറൊരു ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടുത്തെ മോർച്ചറിയിലാണ് കുഞ്ഞിന്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരുന്നത്. അപ്പോൾ ആ ആശുപത്രിക്കാര് ഇതിന് വിട്ടുകൊടുക്കണം, പോസ്റ്റ്മോർട്ടത്തിന് വിട്ടുകൊടുക്കണമെങ്കിൽ 11,000 രൂപയാണ് ആവശ്യപ്പെട്ടത്. ബോഡി അവിടെ സൂക്ഷിച്ചതിന് 11,000 രൂപ. രക്ഷിതാക്കൾ പറഞ്ഞു അങ്ങനെ തരാൻ കഴിയില്ല, ഞങ്ങൾക്കത് തരാൻ കഴിയില്ല, ഞങ്ങളുടെ കുഞ്ഞിന്റെ ജീവൻ പോയി. ബന്ധുക്കളൊക്കെ പറഞ്ഞു പറ്റില്ല. അങ്ങനെ പിന്നീട് മമൽ ആശുപത്രിയിൽ നിന്ന് അവിടെ നിന്ന് ആരൊക്കെ ഓടിക്കൂടി വന്ന് 9,000 രൂപ ഈ പുതിയ പറയപ്പെടുന്ന സ്വകാര്യ ആശുപത്രിയിൽ കെട്ടിവെച്ച ശേഷമാണ് കുഞ്ഞിന്റെ ബോഡി വിട്ടുകൊടുത്തത്. ഇതാണ് നമ്മുടെ സ്വകാര്യ ആശുപത്രി ആളുകളെ കഴുത്തറുക്കുന്ന രീതി എന്ന്. കേരളം കണ്ണീരോടെ അറിഞ്ഞ ഒരു ദുരന്ത വാർത്ത, മരണ വാർത്ത. കണ്ണീരോടുകൂടി ആ കുഞ്ഞിനെ പ്രാർത്ഥനകൾ നേർന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം 11,000 രൂപയ്ക്ക് വേണ്ടി കുഞ്ഞിന്റെ ബോഡി വിട്ടുകൊടുക്കില്ല എന്ന് ശഠിക്കുന്ന സ്വകാര്യ ആശുപത്രികളിലേക്ക് ആളുകൾ ചികിത്സ തേടി പോകരുത്. അമ്മാതിരിയുള്ള കൊലക്കത്തിയും കൊണ്ടിരിക്കുന്ന ഇവനെയൊക്കെ എന്തിനാണ് വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിച്ച് പണച്ചാക്കുകളാക്കുന്നത് എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. ഏതായാലും ഐഷ ഫാത്തിമയ്ക്ക് നിത്യശാന്തി നേരട്ടെ.